നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PSC പരീക്ഷ ക്രമക്കേടുകളിൽ ഗവർണറുടെ ശക്തമായ ഇടപെടൽ. സെക്രട്ടറി സാജു ജോർജിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. ആവേശം വാനോളം ഉയർത്തി പുന്നമട. 72ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന്. ജെൻസിയെ പാറ്റകളെന്ന് വിളിച്ചിട്ടില്ല, എന്നെ സംഖ്യയാക്കാൻ ബോധപൂർവ ശ്രമം. വിശദീകരണവുമായി കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമൽ. സാധാരണക്കാർക്ക് ആശ്വാസം, രാത്രിയിലും ഇനി വിദഗ്ധ ചികിത്സ. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ. പെലറ്റ് ഗൺ ആക്രമണം. രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് മുൻപിൽ വഴങ്ങി ഡൽഹി പോലീസ്. വാർത്തകൾ വിശദമായി. PSC പരീക്ഷാ തട്ടിപ്പിലും വിശ്വസ്തത തകർത്ത ക്രമക്കേടുകളിലും നേരിട്ടിടപെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ്. PSC സെക്രട്ടറി സാജു ജോർജിനെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണർ വിവരങ്ങൾ തേടി. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാഴ്ത്തിയ PSC പരീക്ഷാ തട്ടിപ്പിലും നിയമന ക്രമക്കേടുകളിലും നിർണായകമായ ഇടപെടലുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംഭവത്തിൽ നേരിട്ടിടപെട്ട ഗവർണർ PSC സെക്രട്ടറി സാജു ജോർജിനെ രാജ്ഭവനിലേക്ക് നേരിട്ട് വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് PSC സെക്രട്ടറി സാജു ജോർജ് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ PSC സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് ഗവർണർ വ്യക്തമായി ചോദിച്ചറിഞ്ഞു. നിലവിൽ നടക്കുന്ന ആഭ്യന്തര അന്വേഷണം, കുറ്റക്കാർക്കെതിരെ കൈക്കൊണ്ട നടപടികൾ, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ പുരോഗതി തുടങ്ങിയ വിവരങ്ങൾ സെക്രട്ടറി ഗവർണറെ ധരിപ്പിച്ചു. കേസിൽ അന്വേഷണ ഏജൻസികളുമായി PSC പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും പരീക്ഷകളിലും നിയമനങ്ങളിലും പരാതികൾ ഉയർന്നുവരുമ്പോൾ കൃത്യമായി വിജിലൻസ് അന്വേഷണം നടത്തി കർശന നടപടികൾ ഉറപ്പാക്കാറുണ്ടെന്നും സെക്രട്ടറി ഗവർണർക്ക് ഉറപ്പു നൽകി. എന്നാൽ ആരോപണങ്ങളൊട്ടും നിസ്സാരമല്ല. PSC നടത്തിയ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ മുതൽ അഭിമുഖത്തിൽ വരെ വളരെ വ്യാപകമായ തട്ടിപ്പുകൾ നടന്നുവെന്ന് ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അർഹതപ്പെട്ട ഉദ്യോഗാർത്ഥികളെ തള്ളിക്കളഞ്ഞ് ക്രമക്കേടുകളിലൂടെ അനർഹരായ വ്യക്തികൾക്ക് നിയമനം നൽകിയെന്ന കണ്ടെത്തൽ വലിയ ജനരോഷത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. പരീക്ഷാ മൂല്യനിർണ്ണയത്തിലും അഭിമുഖങ്ങളിലും തട്ടിപ്പ് നടത്തിയതിന്റെയും അർഹരെ തള്ളി അനർഹർക്ക് നിയമനം നൽകിയതിന്റെയും നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. OMR ഷീറ്റുകളിൽ തിരിമറി നടത്താനും ഹൈടെക് മാർഗങ്ങളിലൂടെ കോപ്പിയടി നടത്താനും വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് നടത്താൻ കൂട്ടുനിന്ന ഇടനിലക്കാരെക്കുറിച്ചും വിവരങ്ങൾ പുറത്തുവന്നു. ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ വിശ്വാസ്യതയും സുതാര്യതയും തിരിച്ചുപിടിക്കേണ്ടത് പൊതുജനങ്ങളുടെയും ഉദ്യോഗാർത്ഥികളുടെയും വലിയ ആവശ്യമാണ്. 72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമടക്കായലിൽ തുടക്കമാകുന്നു. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. വള്ളംകളി പ്രേമികളുടെ ആവേശമായ 72ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ആലപ്പുഴയിലെ പുന്നമടക്കായൽ സജ്ജമായിരിക്കുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 ജലായനങ്ങൾ മാറ്റുരയ്ക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഇന്ന് പുന്നമടക്കായലിൽ ആവേശകരമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ കേരള മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഉദ്ഘാടന മത്സരത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ 6 ഹീറ്റ് സീറ്റുകളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും അരങ്ങേറും. നിലവിലെ ചാമ്പ്യന്മാരായ വില്ലേജ് ബോട്ട് ക്ലബ് 1ാം ഹീറ്റിൽ 1ാം ട്രാക്കിൽ ഇറങ്ങുമ്പോൾ പോയ വർഷം നഷ്ടമായ കിരീടം തിരിച്ചുപിടിക്കാൻ മുൻ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കടുത്ത പോരാട്ടത്തിനൊരുങ്ങുന്നു. കൂടാതെ കൈനഗിരിയിൽ നിന്നുള്ള പുതിയ ടീമായ UBC ഫാൻസ് ക്ലബ്ബും ഇത്തവണ കായലിൽ ആവേശം വിതറാനെത്തും. ജലോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. സുരക്ഷയുടെ ഭാഗമായി കായലിൽ സ്പീഡ് ബോട്ടുകൾക്കും ഡ്രോണുകൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാണികൾക്കായി പ്രത്യേക കളർ കോഡ് ഇരിപ്പിടങ്ങളും ജനങ്ങൾക്ക് എത്തിച്ചേരാൻ 4 ബോട്ട് ജെട്ടികളിൽ നിന്ന് യാത്രാ ബോട്ടുകളും KSRTC ഫീഡർ സർവീസും സജ്ജമാക്കിയിട്ടുണ്ട്. എറണാകുളം, കൊല്ലം, ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളും റൂട്ട് നിയന്ത്രണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജെൻസി വിദ്യാർത്ഥികളെ കുറിച്ചുള്ള പരാമർശം. താൻ വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടില്ലെന്ന് VC. ജെൻസികളെ പാറ്റകളാക്കാൻ അനുവദിക്കരുത് എന്നാണ് താൻ പറഞ്ഞത്. വിദേശ ശക്തികൾ യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളാക്കി അവരുടെ ചിന്താശേഷി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു VCയുടെ ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
CJP സമരത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. ജെൻസി തലമുറയെക്കുറിച്ചും CJP സമരത്തെക്കുറിച്ചും വന്ദേമാതരത്തെക്കുറിച്ചും VC നടത്തിയ പ്രസ്താവനകൾ സഭയിലും പുറത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നും തനിക്കെതിരെ ചിലർ ബോധപൂർവം സംഖ്യമുദ്ര ചാർത്താൻ ശ്രമിക്കുകയാണെന്നുമാണ് VCയുടെ മറുപടി. കേരള സർവകലാശാലയിൽ സമീപ ദിവസങ്ങളിലുണ്ടായ പ്രതിഷേധങ്ങളും VCയുടെ പരാമർശങ്ങളും വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ജെൻസി വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് വിളിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രധാന വിമർശനം. എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. താൻ പുതിയ തലമുറയെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജെൻസികളെ പാറ്റകളെന്ന് വിളിക്കരുത് എന്നാണ് താൻ യഥാർത്ഥത്തിൽ പറഞ്ഞത്. ചില വിദേശ ശക്തികൾ നമ്മുടെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തെ ബോധപൂർവം പാറ്റകളാക്കാൻ ശ്രമിക്കുകയാണ്. യുവാക്കളെ മയക്കുമരുന്നിനടിമകളാക്കി അവരുടെ ചിന്താശേഷി നശിപ്പിക്കാനാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഇത്തരം തെറ്റായ പ്രവണതകളെയും വിദേശ ശക്തികളുടെ ഇടപെടലുകളെയും എതിർക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ താൻ എങ്ങനെ ഒരു VC ആയി തുടരുമെന്നും മോഹനൻ കുന്നുമ്മൽ ചോദിക്കുന്നു. താൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ പാറ്റയാണോ എന്ന് ചോദിച്ചത് അവർക്ക് തൽക്കാലം മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർ നിശബ്ദരായത്. പരിപാടിക്ക് ശേഷം കുട്ടികൾ തന്നെ വന്ന് അങ്കിൾ പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞതായും VC വിശദീകരിച്ചു. ഇതോടൊപ്പം വന്ദേമാതര വിവാദത്തിലും തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് വൈസ് ചാൻസലർ. അമ്മയെ അറിയാത്തവരാണ് വന്ദേമാതരത്തെ എതിർക്കുന്നത് എന്ന പ്രസ്താവന വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രസ്താവനയും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്ന് VC വിശദീകരിക്കുന്നു. താൻ ഉദ്ദേശിച്ചത് നാം ജീവിക്കുന്ന ഈ ഭാരത മണ്ണിലെ അഥവാ ഭൂമാതാവിനെ വണങ്ങുന്നതിനെക്കുറിച്ചാണ്. ജന്മം തന്ന നാടിനെയും ഭൂമിയെയും ബഹുമാനിക്കേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണെന്ന അർത്ഥത്തിലാണ് താൻ സംസാരിച്ചത്. എന്നാൽ ഇതിന് രാഷ്ട്രീയ നിറം നൽകി തനിക്കെതിരെ സംഖ്യമുദ്ര കുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് VC കുറ്റപ്പെടുത്തി. പരീക്ഷ നടക്കും മുൻപ് ചോദ്യപേപ്പറുകൾ ചിലർക്ക് ചോർന്നു കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും VC വെളിപ്പെടുത്തി. ഈ ക്രമക്കേടുകൾ തടയുന്നതിനായി LLB പരീക്ഷകൾക്ക് ഇനി മുതൽ ഡബിൾ വാല്യുവേഷൻ രീതി മാത്രം നടപ്പിലാക്കാനാണ് സർവകലാശാല തീരുമാനം. കൂടാതെ ചോർച്ച ഒഴിവാക്കാനായി പരീക്ഷാ ഹാളിൽ വെച്ച് നേരിട്ട് ഓൺലൈനായി ചോദ്യപേപ്പർ ലഭ്യമാക്കുന്ന അത്യാധുനിക സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. താലൂക്ക് ജില്ലാ തലങ്ങളിൽ തന്നെ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതോടെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫലുകൾ ഒഴിവാക്കാനാകും. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് സർക്കാർ തുടക്കമിടുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമേകുന്ന ഒരു നിർണായക തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇനി മുതൽ സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. സാധാരണ OP സമയത്തിന് ശേഷവും രാത്രികാലങ്ങളിലും ജനങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുക, മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യമായ റഫറലുകൾ തടയുക, രോഗികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്നിവയാണ് ഈ പുതിയ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി 6 മാസത്തിനകം സംസ്ഥാനത്തുടനീളം പൂർണ്ണമായി നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട 5 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാർ ഇനി രാത്രിയിലും ആശുപത്രികളിൽ സന്നിഹിതരായിരിക്കും. സർജറി, ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് എന്നീ പ്രധാന വിഭാഗങ്ങളിലാണ് 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം നൽകുന്നത്. പകൽ സമയങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികൾക്ക് ഉടനടി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും ഇത് സഹായകരമാകും. പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കും. ഡോക്ടർ ഷിനു KS ആണ് ഈ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി ചുമതലയേറ്റിരിക്കുന്നത്. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഈ മാതൃകാ പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് സേവനങ്ങൾക്ക് പുറമെ ലാബ് സൗകര്യങ്ങളിലും വലിയ മുന്നേറ്റത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഹൃദ്രോഗികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ തടസ്സമില്ലാതെ ചികിത്സ നൽകുന്നതിനായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും ഇനി മുതൽ 24 മണിക്കൂറും ലാബ് പ്രവർത്തിക്കും. രാത്രികാലങ്ങളിലെത്തുന്ന ഹൃദയാഘാത കേസുകളിൽ പോലും ജീവൻ രക്ഷാ ചികിത്സ വൈകാതെ നൽകാൻ ഈ സൗകര്യം സഹായിക്കും. മെഡിക്കൽ കോളേജുകളിലെ അമിത നിരക്ക് ഒഴിവാക്കുക എന്നത് ആരോഗ്യരംഗത്ത് ഏറെ നാളായി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ തന്നെ മികച്ച സ്പെഷ്യലിസ്റ്റ് ചികിത്സയും ലാബ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതോടെ താലൂക്ക് ജില്ലാ തലങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ മാറ്റുന്നത് വൻതോതിൽ കുറയും. ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാതെ തന്നെ മികച്ച സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ വഴിയൊരുക്കും. ആദ്യഘട്ടത്തിലെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അനുഭവ സമ്പത്ത് മുൻനിർത്തി അടുത്ത 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ ജില്ലാ ജനറൽ ആശുപത്രികളിലേക്കും ഈ അത്യാധുനിക ക്രമീകരണം വ്യാപിപ്പിക്കും. പൊതുജനാരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഈ നീക്കം സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല.
പെലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുക്കാൻ വിസമ്മതിച്ച ഡൽഹി പോലീസിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ച ഡൽഹി പോലീസിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് DCP ഓഫീസിന് മുന്നിൽ നടത്തിയ മണിക്കൂറുകൾ നീണ്ട ഗാന്ധിയൻ മാതൃകയിലുള്ള ധർണയ്ക്കൊടുവിൽ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായി. കഴിഞ്ഞ ജൂലൈ 20 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ സാഹിൽ ലോച്ചബ് എന്ന വിദ്യാർത്ഥിക്ക് പെല്ലറ്റേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും എഫ്ഐആർ ഇടാനോ പരാതി സ്വീകരിച്ച രേഖ നൽകാനോ തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി വിഷയം നേരിട്ട് ഏറ്റെടുത്തത്. സാഹിലുമൊത്ത് മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഉന്നതതല നിർദ്ദേശമുള്ളതിനാൽ കേസെടുക്കാനാവില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും തുടർന്ന് ന്യൂഡൽഹി DCP സച്ചിൻ ശർമ്മയുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് DCP ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കേസെടുത്തത് നീതി ലഭിക്കുന്നതിലേക്കുള്ള ആദ്യ കാൽവെപ്പാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമ്മതം ലഭിച്ച ശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ധന ഇറക്കുമതി കുറച്ച് ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ആന്ധ്രാപ്രദേശിൽ 2.73 ലക്ഷം കോടി രൂപയുടെ മെഗാ പദ്ധതി പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഹൈഡ്രജൻ, മെഥനോൾ, അമോണിയ, കൃത്രിമ പ്രകൃതിവാതകം എന്നിവ പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കും. ഇന്ധന ഇറക്കുമതി കുറച്ച് ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശിൽ 2.73 ലക്ഷം കോടി രൂപയുടെ വൻ പദ്ധതി പ്രഖ്യാപിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്. പരമ്പരാഗതമായ ഖനന രീതികൾ ഒഴിവാക്കി ഭൂമിക്കടിയിൽ വെച്ച് തന്നെ കൽക്കരിയെ വാതകമാക്കി മാറ്റുന്ന അണ്ടർഗ്രൗണ്ട് കോൾ ഗ്യാസിഫിക്കേഷൻ സാങ്കേതിക വിദ്യയാണ് റിലയൻസ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ ഹൈഡ്രജൻ, മെഥനോൾ, അമോണിയ, കൃത്രിമ പ്രകൃതിവാതകം എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രധാനമായും 3 ഘട്ടങ്ങളായാണ് റിലയൻസ് ഈ ഭീമൻ പദ്ധതി പൂർത്തിയാക്കുന്നത്. ഒന്നാം ഘട്ടം പര്യവേഷണമാണ്. 3000 കോടി രൂപയുടെ പ്രാഥമിക നിക്ഷേപത്തോടെ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ പദ്ധതിയുടെ സാങ്കേതിക പ്രായോഗികത പരിശോധിക്കും. 2027 അവസാനത്തോടെ ഇത് പൂർത്തിയാകും. രണ്ടാം ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങളാണ്. ആദ്യഘട്ടം വിജയകരമായാൽ 1.2 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ച് മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കും. മൂന്നാം ഘട്ടത്തിൽ വാണിജ്യ ഉൽപ്പാദനമാണ്. ബാക്കി വരുന്ന 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പൂർണ്ണ ഉൽപ്പാദനം ആരംഭിക്കും. ആന്ധ്രാപ്രദേശിലെ 2 പ്രധാന ബ്ലോക്കുകളിലാണ് പദ്ധതി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചിന്തലപ്പുടിയിൽ 3000 ഏക്കർ വിസ്തൃതിയിലുള്ള ഈ മേഖലയിൽ 904.94 ദശലക്ഷം ടൺ കൽക്കരി ശേഖരമാണുള്ളത്. റച്ചർലയിൽ 5500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ 2225.67 ദശലക്ഷം ടൺ കൽക്കരി ശേഖരം പ്രതീക്ഷിക്കുന്നു. ഭൂനിരപ്പിൽ നിന്ന് 500 മീറ്ററിലധികം ആഴത്തിലുള്ള കൽക്കരി പാളികളിലേക്ക് കിണറുകൾ നിർമ്മിച്ച് അതിലേക്ക് വായുവോ നീരാവിയോ കടത്തിവിട്ട് ഭാഗികമായി കത്തിക്കുന്നു. തുടർന്ന് രൂപപ്പെടുന്ന ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, മീഥെയ്ൻ എന്നിവയടങ്ങിയ വാതകം മറ്റൊരു കിണർ വഴി ഉപരിതലത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാതകം വളം, സ്റ്റീൽ നിർമ്മാണം, മെത്തനോൾ, മറ്റ് കൃത്രിമ ഇന്ധനങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം LNG, യൂറിയ, അമോണിയം നൈട്രേറ്റ്, മെത്തനോൾ എന്നിവയുടെ ഇറക്കുമതിക്കായി ഇന്ത്യ ചെലവഴിച്ചത് 2.77 ലക്ഷം കോടി രൂപയാണ്. നിലവിൽ ആവശ്യമായ LNGയുടെ 50%വും യൂറിയയുടെ 20%വും നമ്മൾ വിദേശത്തു നിന്നാണ് എത്തിക്കുന്നത്. റിലയൻസിന്റെ ഈ പദ്ധതി വിജയിച്ചാൽ ഇന്ധന ഇറക്കുമതി ചിലവ് വൻതോതിൽ കുറയ്ക്കാൻ ഇന്ത്യക്ക് കഴിയും. സാമ്പത്തിക നേട്ടങ്ങൾ വലുതാണെങ്കിലും വലിയ പാരിസ്ഥിതിക സാങ്കേതിക വെല്ലുവിളികളും ഇതിനു മുന്നിലുണ്ട്. 600 മീറ്ററിലധികം ആഴത്തിൽ വാതകവൽക്കരണം നടത്തുമ്പോൾ ഭൂഗർഭ മലിനീകരണം, വാതക ചോർച്ച, ഭൂമി ഇടിയൽ എന്നിവയ്ക്കുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ഭൂമിക്കടിയിലെ ഈ പ്രക്രിയ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്തുക എന്നത് അതിസങ്കീർണമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സാമ്പത്തിക പ്രോത്സാഹന സഹായങ്ങൾ ഉപരിതല വാതകവൽക്കരണ പദ്ധതികൾക്ക് മാത്രമായതിനാൽ ഈ പദ്ധതിക്ക് നേരിട്ടുള്ള സഹായം ലഭ്യമാകില്ല എന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിൽ നയതന്ത്ര പ്രതിസന്ധി കടുക്കുന്നു. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാത്തതാണ് കരാർ വയ്ക്കാൻ കാരണമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണവും തുടരുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രതിസന്ധികൾക്ക് വിരാമമിടാൻ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കരാറുകൾ അനിവാര്യമാണെന്ന് ഇറാന് ബോധ്യമുണ്ടെങ്കിലും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിക്കാൻ അവർ തയ്യാറാകില്ലെന്ന് മെരിലാൻഡിലെ ജോയിന്റ് ബോർഡ് ആൻഡ്രൂസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് രൂക്ഷമായി വിമർശിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശത്തിന് സമാനമായ US-ന്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ആധിപത്യത്തിലുമാണെന്ന് അവകാശപ്പെട്ട അദ്ദേഹം ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് മേഖല
മേഖലയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ പരിമിതപ്പെടുത്തിയെന്ന് കരുതരുതെന്നും വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, കപ്പൽ രജിസ്ട്രികൾ, എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ, ഫണ്ട് കമ്പനികൾ എന്നിവയെ തകർക്കാൻ US സഖ്യകക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തെങ്കിലും വാഷിംഗ്ടണിന്റെ ഇത്തരം ഭീഷണികളും ഉപരോധ തന്ത്രങ്ങളും മുൻപത്തെ പോലെ തന്നെ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മറുപടി നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾക്കിടയിൽ ഫെബ്രുവരി മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ചരക്കു കപ്പലുകൾക്ക് നേരെ 68ഓളം ആക്രമണങ്ങൾ ഉണ്ടാകുകയും ഓഗസ്റ്റ് 17-ന് ലൈബീരിയൻ കപ്പലിലെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ 19 സീഫറർമാർ കൊല്ലപ്പെടുകയും ചെയ്തതായി UN-ന്റെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും മാരിടൈം ട്രാക്കിംഗ് കമ്പനിയായ വിൻവാർഡും സ്ഥിരീകരിച്ചതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും ആഗോള എണ്ണ വിപണിയും അതീവ ഗുരുതരമായ ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഫിഫ ലോകകപ്പ് ഫൈനലിന് പിന്നാലെയുണ്ടായ നാടകീയ രംഗങ്ങളിൽ അർജന്റീന, സ്പെയിൻ താരങ്ങൾക്ക് ഫിഫയുടെ കടുത്ത അച്ചടക്ക നടപടി. ലോകകപ്പ് ഫൈനൽ മത്സരത്തിനു പിന്നിലുണ്ടായ കയ്യാങ്കളിയിലും അനിഷ്ട സംഭവങ്ങളിലും കർശന നടപടിയുമായി ലോക ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫ. അർജന്റീന, സ്പെയിൻ ടീമുകളിലെ പ്രമുഖ താരങ്ങൾക്ക് ഫിഫ കടുത്ത മത്സരവിലക്കും വൻ തുക പിഴയും ചുമത്തി. ന്യൂജേഴ്സിയിൽ നടന്ന ആവേശകരമായ കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ കിരീടം ചൂടിയിരുന്നു. എന്നാൽ അവസാന വിസിലിന് പിന്നാലെ ഇരു ടീമുകളിലെയും കളിക്കാർ തമ്മിൽ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവത്തിൽ അർജന്റീനയുടെ ലിയാൻഡ്രോ പരഡേസിന് 10 മത്സരത്തിൽ വിലക്കും 90,000 രൂപ പിഴയും ചുമത്തി. സഹതാരം നഹുവൽ മൊളീനയ്ക്ക് 7 മത്സരങ്ങളിൽ വിലക്കും $30,000 പിഴയുമുണ്ട്. കൂടാതെ അർജന്റീനയുടെ തിയാഗോ ആൽമണ്ട, സ്പെയിനിന്റെ ഗാവി എന്നിവർക്ക് ഓരോ മത്സരത്തിൽ വിലക്കും $30,000 രൂപ വീതം പിഴയും വിധിച്ചു. മത്സരം അവസാനിച്ചയുടൻ സ്പെയിൻ നായകൻ റോഡ്രിയോയുമായി നഹുവൽ മൊളീന വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും റോഡ്രിയോയെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും ചെയ്തതോടെയാണ് ഗ്രൗണ്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ നിക്കോളാസ് ഓട്ടോമെൻഡി സ്പാനിഷ് ക്യാപ്റ്റനോട് കയർത്ത് സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെ ഗ്രൗണ്ടിലേക്ക് എത്തിയ ലിയാൻഡ്രോ പാരഡസ് സ്പാനിഷ് താരങ്ങളായ ഗാവിയെയും പെഡ്രിയെയും തള്ളിയിടുകയും ആക്രമിക്കാൻ മുതിരുകയുമായിരുന്നു. റഫറി റെഡ് കാർഡ് ഉയർത്തിയിട്ടും നിയന്ത്രണ വിധേയനാകാതിരുന്ന പാരഡസിനെ അർജന്റീന പരിശീലകൻ ലയോണൽ സ്കലോണി നേരിട്ടെത്തിയാണ് പിടിച്ചുമാറ്റിയത്. ടൂർണമെന്റിനുടനീളം അർജന്റീനിയൻ താരങ്ങൾ പുറത്തെടുത്ത പരുക്കൻ അടവുകളും അച്ചടക്കമില്ലായ്മയും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫിഫ കടുത്ത നടപടികളിലേക്ക് കടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PSC പരീക്ഷ ക്രമക്കേടുകളിൽ ഗവർണറുടെ ശക്തമായ ഇടപെടൽ. സെക്രട്ടറി സാജു ജോർജിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടി. ആവേശം വാനോളം ഉയർത്തി പുന്നമട. 72ാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന്. ജൻസിയെ പാറ്റകളെന്ന് വിളിച്ചിട്ടില്ല, എന്നെ സംഖ്യയാക്കാൻ ബോധപൂർവ ശ്രമം. വിശദീകരണവുമായി കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമൽ. സാധാരണക്കാർക്ക് ആശ്വാസം, രാത്രിയിലും ഇനി വിദഗ്ധ ചികിത്സ. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ. പെലറ്റ് ഗൺ ആക്രമണം, രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് മുൻപിൽ വഴങ്ങി ഡൽഹി പോലീസ്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമായി. നന്ദി.